അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക നമ്മളിപ്പോൾ പറഞ്ഞു. നമുക്ക് ഇനിയും കോമ്പിനേഷൻസ് ഉണ്ട്. ഇനി അടുത്ത കോമ്പിനേഷൻ എന്താ പറഞ്ഞേ? അടുത്ത കോമ്പിനേഷൻ എന്തായിരിക്കും? രണ്ട് പോസിറ്റീവ് കഴിഞ്ഞ് ഞാനിവിടെ സൈഡിൽ എഴുതാം. പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത കോമ്പിനേഷൻ എന്തായിരിക്കും? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് നോക്കണ്ടേ? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും നമുക്ക് ആൻസർ വരിക നമുക്ക് നോക്കണ്ടേ? അതെങ്ങനെയാ ചെയ്യാമെന്ന് നമുക്ക് നോക്കണ്ടേ? ഇപ്പോൾ ഞാൻ ആദ്യമേ പറയുന്ന മക്കൾ, ഈ പോസിറ്റീവ് നെഗറ്റീവ് സിമ്പിൾസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട കേട്ടോ. അയ്യോ ഇതെന്താ ഇപ്പോൾ ഇത് നെഗറ്റീവ് ഉണ്ട് സിമ്പിൾ ഉണ്ട്, അയ്യോ അതൊന്നും ആവശ്യമില്ല. സിമ്പിളാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിക്കാനും വെറിഡ് ആവാനും ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണേ, ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്, രണ്ട് നെഗറ്റീവ്. ഇവിടെ ഞാൻ എന്താ എടുക്കുന്നത്? -4 എടുക്കുന്നു. -4 നമ്മൾ എന്താ ചെയ്യുന്നത്? അഡിഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ പ്ലസ് സിമ്പിൾ ഇട്ടു. -8 -2 പ്ലസ് -8 ഇങ്ങനെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ മക്കളെ ചെയ്യുക? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. 4 + 8 എത്രയാ? പറ, കമന്റ് ചെയ്യ്. 4 + 8 എത്രയാ? 4 + 8 is 12 അല്ലേ? രണ്ടും എന്താണ്? നെഗറ്റീവ് സൈൻ ആണ് അല്ലേ? നമുക്ക് എന്ത് സൈനാ തന്നിരിക്കുന്നത്? നെഗറ്റീവ് സൈൻ. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, മൈനസ്. യു ഗോട്ട് ഇറ്റ്? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? -12 ആയിരിക്കും കിട്ടുക. നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് -3 പ്ലസ് -5 നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുക. 3 + 5 എത്രയാ? 8. എന്നിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. -9 പ്ലസ് -10 രണ്ടും എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? 10 + 9 എത്രയാ? 19. മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന് ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുക. ഒന്നും നോക്കണ്ട. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണോ? സിമ്പിൾസ് ഒന്നും നോക്കണ്ട, ആഡ് ചെയ്യുക. എന്നിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. -9 പ്ലസ് -10 എത്രയാ? -19. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് അതിനെ ആഡ് ചെയ്തിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് കോമ്പിനേഷൻ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ രണ്ട് കണ്ടീഷൻ പഠിച്ചു. രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ഇൻഡിജർ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. രണ്ട് നെഗറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ ആയിട്ട് കിട്ടുക? രണ്ട് നെഗറ്റീവ് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്താൽ നെഗറ്റീവ് ആണ് നമുക്ക് ഇൻഡിജർ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ്, ഒരുപാട് ഡിഫിക്കൽട്ട് ഒന്നും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് എപ്പോഴും മിസ്സേജ് കിട്ടുന്നില്ല മാം, എനിക്കത് ഡൗട്ടാണെന്നൊക്കെ പല കുട്ടികളും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. പക്ഷെ അത് നമുക്ക് ടെൻഷൻ ആവാനുള്ളതൊന്നല്ല കേട്ടോ, സിമ്പിളാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്കൊക്കെ എവിടേക്കോ ഒരു ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ് അതെന്നാണ് മാം മനസ്സിലാക്കുന്നത്. എന്താണ്? ഒന്ന്, ഒരു പോസിറ്റീവ് ഇൻഡിജറിനെയും ഒരു നെഗറ്റീവ് ഇൻഡിജറിനെയും നമ്മുടെ കൈ കിട്ടിയാൽ അത് നമ്മൾ എങ്ങനെയാ ആഡ് ചെയ്യുക? എങ്ങനെയാ പറഞ്ഞ മക്കളെ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എങ്ങനെയായിരിക്കും ഒരു പോസിറ്റീവ് ഇൻഡിജറും ഒരു നെഗറ്റീവ് ഇൻഡിജറും നമ്മൾ എങ്ങനെയായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക? ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാനൊരു നമ്പർ കൊടുക്കുകയാണേ, 8 പ്ലസ് -2. അപ്പോൾ ഇവിടെ 8 എന്താ? 8 പോസിറ്റീവ് ഇൻഡിജറാ. 2 എന്താ? 2 നെഗറ്റീവ് ഇൻഡിജറാ. -2 ആണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് സിമ്പിളാണ്. ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻഡിജർ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ലെഫ്റ്റ് സൈഡിൽ മൈനസ് എന്ന സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ മൈനസ് അല്ല, അത് പ്ലസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ 8 പ്ലസ് -2 ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ മക്കളെ ചെയ്യേണ്ടത്? ഒരു പോസിറ്റീവ്, മക്കൾ ശ്രദ്ധിക്കണേ, ഒരു പോസിറ്റീവ് ഇൻഡിജറും ഒരു നെഗറ്റീവ് ഇൻഡിജറും ഇവിടെ വന്നപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി മസ്റ്റ് സബ്ട്രാക്ട് ദിസ് ഇൻഡിജേഴ്സ്. ഇവിടെ നമുക്ക് 8 - 2 നമ്മളിവിടെ ചെയ്യണം. 8 - 2 എത്രയായിരിക്കും? 8 - 2 വിൽ ബി 6 അല്ലേ? നമുക്ക് സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? നമുക്ക് 6 ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ വലിയ നമ്പർ ഏതാ നോക്കാം. ഇതിൽ 8 ആണോ 2 ആണോ വലിയ നമ്പർ? ഇതിൽ നമുക്ക് ഏതാ വലിയ നമ്പർ? കമൻറ്റ് ചെയ്തേ. 8 ആണോ 2 ആണോ? ഇത് നമുക്ക് 8 ആണ് വലിയ നമ്പർ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ സിമ്പിൾ എന്താ? ഇത് പോസിറ്റീവാ അല്ലേ?
ഇതെന്താണ്? ഇത് പോസിറ്റീവാ. 8 പോസിറ്റീവ്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? നമ്മൾ ഈ പോസിറ്റീവ് സിമ്പിൾ ഇവിടെ ഇട്ട് കൊടുക്കുക. വലിയ നമ്പറിൻ്റെ സിമ്പിൾ എന്താണ്? അത് ഇട്ട് കൊടുക്കുക. നമുക്ക് ആൻസർ എത്രയായിരിക്കും? +6 ആയിരിക്കും നമ്മുടെ ആൻസർ. കിട്ടിയോ? കത്തിയോ? കത്തിയില്ലെങ്കിൽ മാം ഒന്നുകൂടെ പറഞ്ഞുതരാം. മാം വേറൊരു നമ്പർ ഇപ്പോൾ നമ്മൾ എടുക്കാം. 3 എടുക്കാം. -3 + 9. 9 എഴുതിയാൽ മനസ്സിലാക്കണം ഇത് പോസിറ്റീവ് നമ്പറാണ്. ഇവിടെ പ്ലസ് എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പം 3യും 9ഉം 3 നെഗറ്റീവ് ആണ്, 9 പോസിറ്റീവ് ആണ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റാ? നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യണം. എന്താ നമ്മൾ ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യണം. 9 - 3 എത്രയാ മക്കളെ? പറഞ്ഞേ, കമൻറ്റ് ചെയ്തേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. 9 - 3 എത്രയാ? 9 - 3 വി ഗെറ്റ് ഇറ്റ് ആസ് 6 അല്ലേ? 6 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നമുക്ക് വലിയ നമ്പർ ഏതാ? 9 ആണ്. ഓക്കെ, 9 പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് +6 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അഗെയിൻ -2 പ്ലസ്, അല്ലെങ്കിൽ വേണ്ട 2 പോസിറ്റീവ് ആകട്ടെ, +2 + -7. ഇവിടെ 2 പോസിറ്റീവും 7 നെഗറ്റീവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 - 2 ചെയ്യുക. 7 - 2 എത്രയാ? പറഞ്ഞേ, കമൻറ്റ് ചെയ്തേ. 7 - 2 പെട്ടെന്ന് 5 അല്ലേ? 5 ഇത് ഇതിലേതാ വലിയ നമ്പർ? 7 ആണ് നമുക്ക് വലിയ നമ്പർ അല്ലേ? ഇതിൻ്റെ സിമ്പിൾ എന്താ? മൈനസ് ആണ്. അപ്പോൾ 5 എന്തായിരിക്കും? -5 ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? എങ്ങനെയാണ് നമുക്ക് -5 കിട്ടിയെന്ന് മനസ്സിലായോ? ഇവിടേക്ക് നമുക്ക് പോസിറ്റീവ് ആണ്, പക്ഷെ ഇവിടെ നമുക്ക് നെഗറ്റീവ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് ഈ 2 നമ്പേഴ്സിലും ഈ 2 ഇൻറ്റിജേഴ്സിലും വലിയ ഇൻറ്റിജർ ഏതാ? 7 ആണ് അല്ലേ? വലിയ ഇൻറ്റിജർ 7 ആണ്, അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസറും എന്തായി? നെഗറ്റീവായി. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മുടെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ 2 നമ്പേഴ്സ് സ്റ്റേറ്റ് ആസ് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും നമ്പർ ഇൻറ്റിജർ നമുക്ക് കിട്ടി. അത് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആഡ് ദ ഫോളോയിങ്. അത് ഒരു നെഗറ്റീവ് നമ്പറും നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ആണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ ശ്രദ്ധിച്ചോട്ടോ. ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പറിന്റെ, ഗ്രേറ്റർ നമ്പറിന്റെ സിമ്പൽ ഇട്ട് കൊടുക്കണം. എന്ത് ചെയ്യണം? ഗ്രേറ്റർ നമ്പറിന് ഏതാണോ സിമ്പൽ, മൈനസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണെങ്കിൽ പ്ലസ്, ആ നമ്പറിന്റെ ആ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ആ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമ്മൾ 3 കോമ്പിനേഷൻസ്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിച്ച നമ്മുടെ ടോപ്പിക്സ്. 3 കോമ്പിനേഷൻ. നമ്മൾ ആൾജിബ്രയിൽ അഡിഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെ അഡിഷൻ ആണ്? 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള അഡിഷൻ ചെയ്താൽ നമ്മൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? പോസിറ്റീവ് കിട്ടും. 2 നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് കിട്ടും. ഇനിയിപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സിമ്പൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3 കോമ്പിനേഷൻസ് പഠിച്ചു. 2 positives, 2 negatives and 1 negative and 1 positive. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് മാം പഠിപ്പിക്കുന്നത്. സിമ്പിളാണ്. ഇൻറ്റിജേഴ്സിലെ ഒരു ടോപ്പിക്. അത് നമുക്ക് ഇൻറ്റിജേഴ്സ് ഇനി നമുക്ക് അഡീഷനിൽ ഒരു ഏരിയ ആയിട്ടോളൂ. ഓക്കെ, അഡീഷൻ ആയിട്ടോളൂ. ഇതേപോലെ നമുക്ക് ഇനി എന്തൊക്കെയുണ്ട്? സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിതൊക്കെ ഇനി കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഇതൊക്കെ നമുക്കുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇൻറ്റിജേഴ്സ് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഇതുവരെ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഒന്നും കുഴപ്പമില്ല. ഇപ്പം മുതൽ നമ്മൾ ഈ ഒരു മൊമെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാത്സ് ചില്ലാക്കി അങ്ങ് പഠിക്കാം അല്ലേ? സെറ്റാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. വൈബായിട്ട് പഠിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ഏതാ? മാത്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിലെ ഏറ്റവും ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. ഈ ബേസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ മക്കളെ? വലിയ വലിയ ടോപ്പിക്സ് അല്ലെങ്കിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് വന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ സ്ട്രക്ചേർഡ് ആക്കി തെറവ് ആക്കി വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Learn Deck. Best education, our promise.